സൗദിയിൽ വിവിധ മത്സരങ്ങളും എന്റർടൈൻമെന്റുകളും ഒരു വേദിയിൽ അണിനിരത്തുന്ന മീഡിയ വൺ സ്റ്റാർ ഷെഫിന്റെ രണ്ടാം ദിവസത്തിന് റിയാദ് വേദിയായി. ദമാമിലെ സ്റ്റാർ ഷെഫ് ഇന്നലെയാണ് പൂർത്തിയായത്. മത്സരങ്ങൾക്ക് പുറമെ മുട്ടിപ്പാട്ടടക്കമുള്ള ആവേശകരമായ പരിപാടികളാണ് സ്റ്റാർ ഷെഫിന്റെ ഭാഗമാകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി റിയാദിൽ നിന്നും മിഷാൽ ചെറുപ്പുളശ്ശേരി ചേരുന്നു. അങ്ങനെ സ്റ്റാർ ഷെഫിൻ്റെ രണ്ടാം ദിവസമാണ് ഇന്നലെ ദമാമിലാണ് സ്റ്റാർ ഷെഫ് പൂർത്തിയായത്. വലിയ ജനകീയ പിന്തുണയോടെയായിരുന്നു ദമാമിലെ സ്റ്റാർ ഷെഫ് പൂർത്തിയാക്കിയത്. ഇന്ന് റിയാദിലെ മലസ് ലുലുവാണ് വേദി ഒരുക്കിയിട്ടുള്ളത് സ്റ്റാർ ഷെഫിനായിട്ടുള്ളത്. ഇന്നിവിടെ വിവിധ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ 2 മത്സരങ്ങൾ ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ റിയാദിലെ പ്രത്യേകത, ഇന്ന് കുറച്ചധികം എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകളോടുണ്ട്. മുട്ടിപ്പാട്ട് പോലുള്ള വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകളോടുണ്ട്. അതിന് ഏകദേശം ഒരു മണിക്കൂറിന് ശേഷമായിരിക്കും അത്തരം പരിപാടികളിലേക്ക് കടക്കുക. ഇപ്പോൾ ഇവിടെ സ്റ്റാർ ഷെഫ് മത്സരങ്ങളാണ് പൂർത്തിയായിട്ടുള്ളത്. സ്റ്റാർ ഷെഫ് മത്സരങ്ങളിൽ പങ്കെടുത്ത മത്സരാർത്ഥികളാണ് അല്ലേ? കഴിഞ്ഞു. ടെൻഷൻ ഫ്രീ ആണ്. ഇപ്പോൾ ടെൻഷൻ ഫ്രീ ആണ്. വരെ ആ ഒരു ടെൻഷൻ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ സ്റ്റാർ ബേക്കറിലെ 1ാം സ്ഥാനം അല്ലേ? പേര് ജഫ്രീന ജഫ്ഷി, കണ്ണൂർ അല്ലേ? മാഹി. അതെ. പിന്നെ ഇന്ന് എന്തായിരുന്നു നമ്മുടെ സ്പെഷ്യൽ? ഇന്ന് ഞാൻ നമ്മളെ മാഹി സ്പെഷ്യൽ ചിക്കൻ പില്ലോ ആണ് ആക്കിയിട്ടുള്ളത്. ചിക്കൻ പില്ലോ, കോയിത്തലയാണെന്ന് പറയും. ഒരു ഫുൾ ചിക്കൻ, ഒരു 3 ലെയർ ചപ്പാത്തി മാവിൽ ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത്. ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു മത്സരത്തിൻ്റെ? നല്ല ടഫായിരുന്നു. കാരണം എല്ലാവരും നല്ല നല്ല വെറൈറ്റി ഡിഷസ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എത്ര പേരുണ്ടായിരുന്നു ഇന്ന് മത്സരിക്കാൻ? നമ്മളൊരു 10-25 പേരുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ട്? ചെറിയൊരു പ്രതീക്ഷ ഉണ്ട്. നമ്മുടെ ഷെഫ് പിള്ളക്ക് എന്താണ് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്? പ്രത്യേകിച്ച് അഭിപ്രായമില്ല. എങ്ങനെ ഉണ്ടാക്കിയെന്ന് അതൊക്കെ ചോദിച്ചു. നല്ല ഉണ്ട്. ഇന്നത്തെ ഡിഷ് അതിലെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? സാധാരണ നമ്മൾ സാധാരണ നമ്മൾ ഈ ചിക്കൻ ഇപ്പം മസാലയൊക്കെ ആകുമ്പോൾ നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. ഇത് ചിക്കൻ ആണെന്ന് ആരും അറിയത്തില്ല. കാരണം അത് ഫുൾ കവേർഡ് ആയിട്ടാണ് ഉള്ളത്. സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണോ അതോ? സ്വന്തമായിട്ട് ഉണ്ടാക്കിയത്. കണ്ടുപിടിച്ചതാണ്? കണ്ടുപിടിച്ച എൻ്റെ ഒരു ആണ്ടിൻ്റെ റെസിപ്പിയാണ്. പേരെന്താണ്? ഷെഫ് റമീസ്. എന്താണ് ഞാൻ ഉണ്ടാക്കിയത്? ചെമ്മീനെ കൊണ്ട് ഡംപ്ലിങ്സ് ഉണ്ടാക്കിയത്. അത് ടെൻഡർ കോക്കിനെ വെച്ച് ഒരു പുതിയ വെറൈറ്റി ഇന്നോവേഷനെ പോലെ ചെയ്തതാണ്. ഒരു പ്രതീക്ഷ ഉണ്ട്. എന്തൊക്കെ പ്രിപ്പറേഷൻ ആയിരുന്നു ഇതിനു വേണ്ടിയിട്ട്? ഈ ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ തയ്യാറായിരുന്നു? ഷെഫ് പിള്ള സാറും അതുപോലെ രാജ് കലേഷ് സാറും ആയതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ചിട്ട ഓരോരോ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും ശ്രദ്ധിച്ചിട്ട ഓരോരോ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അവർ പറഞ്ഞു കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഒരു റെസിപ്പിയിൽ എന്താണ് ഒരു വ്യത്യസ്തത കൊണ്ടുവന്നിട്ടുള്ളത് സാധാരണയിൽ കവിഞ്ഞ്? അത് ടെൻഡർ കോക്കനറ്റിൻ്റെ ഷെല്ലിൽ വെച്ച് വായിൽ വെച്ച് അത് ദമ്മും കൂടി ഇട്ട ഡംപ്ലിങ്സ് ദമ്മിട്ടിട്ട് ഒരു പുതിയൊരു വെറൈറ്റി. ഇത്തവണ സ്റ്റാർ ഷെഫ് കൊണ്ടുപോകാനുള്ള ഒരു പദ്ധതിയായിട്ടാണ് വന്നിട്ടുള്ളതെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ്. ഓക്കെ. ഇത് നമ്മുടെ ഇന്ന് ഏകദേശം 2-3 പുരുഷ പ്രതിനിധികളാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് അല്ലേ സ്റ്റാർ ഷെഫിൽ? എന്താണ് പേര്? എൻ്റെ പേര് കാർത്തിക് നായർ. കാർത്തിക്. സ്ഥലം ട്രിവാൻഡ്രം. എന്തായിരുന്നു ഇന്നത്തെ എൻ്റെത് മലബാർ ബീഫ് ബിരിയാണി ആയിരുന്നു. ദം ടൈപ്പാണ് ചെയ്തത്. ആബിദ റഷീദ് മാഡത്തിൻ്റെ ഇൻസ്പയർഡ് ആയിട്ടാണ് ചെയ്തത്. ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണോ? അല്ല, ഞാനൊരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിൽ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഭക്ഷണത്തോടുള്ള ഇഷ്ടം? ചെറുതിലെ മുതൽ ഭക്ഷണപ്രിയനായിരുന്നു. പിന്നെ കോളേജിലൊക്കെ പഠിച്ചത്, കോളേജൊക്കെ വന്നിട്ട് റെസിഡൻഷ്യൽ കോളേജായിരുന്നു. അവിടെ മെസ്സ് മോശമാകുമ്പോൾ സ്വന്തമായിട്ടുള്ള തട്ടുകൂട്ട് പരിപാടികളും തുടങ്ങിയതാണ്. പിന്നെ ബാംഗ്ലൂരിൽ ജോലി ചെയ്യാൻ പോയപ്പോഴും ഇവിടെ വന്നപ്പോഴൊക്കെ സ്വന്തമായിട്ട് കുക്ക് ചെയ്യേണ്ടത് വന്നു. പക്ഷേ ഐ ലവ് കുക്കിംഗ് എന്ന് പറയുന്നത് ഒരു പാഷൻ തന്നെയാണ്. അപ്പോൾ ഇത്തവണ 3 പേർക്കും വിജയാശംസകൾ. 3 പേർക്കും എനിക്ക് തോന്നുന്നു വലിയൊരു ടീം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. കുക്കിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊരു കമ്മ്യൂണിറ്റി തന്നെയാണ്. ഞങ്ങൾ കുറേ പേര് എല്ലാ കോമ്പറ്റീഷൻ ഉണ്ടാവും, നമ്മൾ കുറേ പേരുണ്ടാവും അല്ലേ? അപ്പോൾ എന്തായാലും വിജയാശംസകൾ. അപ്പം ഇനി ഏതാനും മണിക്കൂറുകൾക്കകം മറ്റു മത്സരങ്ങൾ, അതായത് വളരെ ആവേശകരമായിട്ടുള്ള തീറ്റ മത്സരം, ഈറ്റിംഗ് ടൈറ്റൻ അടക്കമുള്ള, അതോടൊപ്പം തന്നെ ദാന ദുർറ അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ നൈറ്റ്, അതിൻ്റെ കൂടെയാണ് മുട്ടിപ്പാട്ടടക്കമുള്ള വ്യത്യസ്തമായ പരിപാടികളാണ് ഇനി ഇവിടെ നടക്കാനിരിക്കുന്നത്. ഇന്ന് റിയാദിൽ സ്റ്റാർ ഷെഫ് അവസാനിച്ചതിന് ശേഷം നാളെ നാളെ ജിദ്ദയിലായിരിക്കും സ്റ്റാർ ഷെഫ് തുടരുക. നാളെയാണ് സ്റ്റാർ ഷെഫിൻ്റെ അവസാന ദിവസം. നാളെ 5:30 മത്സരങ്ങൾ ജിദ്ദയിൽ ആരംഭിക്കുക.